കാത്തിരിപ്പിനൊടുവിൽ ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും ബഹിരാകാശ യാത്ര ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4 ദൗത്യം വിക്ഷേപിക്കുകയെന്ന് നാസ വ്യക്തമാക്കി. നാളെ വൈകിട്ട് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തും. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, കാത്തിരിപ്പിനൊടുവിൽ 7 പ്രാവശ്യമാണ് ഈ ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെ ബഹിരാകാശ മാറ്റിവെക്കുന്നത്. അതിനുശേഷം ഇന്ന് ബഹിരാകാശ യാത്ര നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4 ദൗത്യം വിക്ഷേപിക്കുന്നത്. വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുകയാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ 6 തവണയോളം മാറ്റിവെച്ചതിന് ശേഷമാണ് ഈ ഒരു ദൗത്യം മെയ് 29 ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ 6 തവണയോളം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനെല്ലാം ശേഷം ഇന്ന് ജൂൺ 25 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് 12:01 വിക്ഷേപിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് മനുഷ്യ ബഹിരാകാശ യാത്ര 15ാമത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ്. അതോടൊപ്പം തന്നെ ISSന്റെ 48ാമത്തെ ബഹിരാകാശ യാത്രയുമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാണിജ്യ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് പെഗി വിറ്റ്സൺ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പൈലറ്റായി ശുഭാംശു ശുക്ലയും അതേപോലെ തന്നെ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായിട്ട് ഹംഗേറിയൻ ബഹിരാകാശ യാത്രികനായിട്ടുള്ള തിബോർ കാബുവും പോളണ്ടുകാരനായിട്ടുള്ള സ്ലാവോസും ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 14 ദിവസത്തോളം ഈ ഒരു സംഘം ബഹിരാകാശ നിലയത്തിൽ തുടരും. അതോടൊപ്പം തന്നെ മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട 60ഓളം പരീക്ഷണങ്ങളാണ് സംഘം അവിടെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ മെയ് 29 ആദ്യം ഈ ഒരു ദൗത്യം തീരുമാനിച്ചിരുന്നത്. ഒരുപാടധികം സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയും അങ്ങനെ പല പല കാരണങ്ങൾ മൂലം ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 29 നിന്നും ആദ്യം ജൂൺ 8 ഈ ഒരു ദൗത്യം മാറ്റിവെക്കുകയുണ്ടായി. എന്നാൽ പിന്നെ ജൂൺ 10 11 അത് നീണ്ടുപോകുന്ന ഒരു കാര്യമുണ്ടായി. ആ സമയത്താണ് ഈ ഫാൽക്കൺ 9 റോക്കറ്റിൽ ദ്രാവക ഇന്ധന ചോർച്ചയെല്ലാം എഞ്ചിനീയർമാർ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് പിന്നെ ജൂൺ 22 വിക്ഷേപണം ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ ആ ഒരു സമയത്താണ് റഷ്യൻ മൊഡ്യൂളിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ISSന്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നാസ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് പിന്നീട് 22 നിന്നും വീണ്ടും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ 25 ഇന്ന് ഈ ഒരു ദൗത്യം നടക്കും എന്ന് തന്നെയാണ് നാസ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഒരുപാടധികം നിർണായകമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഒരു ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 4 അംഗ ബഹിരാകാശ യാത്രികളിൽ ഒരാളാണ് ഈ പറയുന്ന ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരുപാടധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ദൗത്യം കൂടിയാണ് ആക്സിയം 4 എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇന്ന് ഒരുപാട് നാളത്തെ ഈ കാത്തിരിപ്പിനെല്ലാം ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഈ ഒരു ഡ്രാഗൺ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. വൃന്ദ.